നമ്മുടെ 3Xോട് പല വേരിയൻറ്റിനകത്ത്, അതായത് ടോപ്പ് എൻഡ് വേരിയൻറ്റിനകത്ത് നമുക്കറിയാം ഒരുപാട് ഈ മോഡൊക്കെ ഉണ്ട്. അതായത് ഡ്രൈവിംഗ് മോഡ് 6 എന്നൊക്കെ പറയുന്ന മാതിരി ഒരുപാട് ഡ്രൈവിംഗ് മോഡൊക്കെ ഉണ്ട്. പക്ഷേ AX5 വരെയുള്ള വേരിയൻറ്റിനകത്തുള്ളത് ഡ്രൈവിംഗ് മോഡ്സ് അല്ല. പകരം AX5 എന്ന് പറയുന്ന വേരിയൻറ്റിൽ സ്റ്റിയറിംഗ് മോഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. അത് നമുക്ക് 3X ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെയാണ് അതിൻ്റെ ഒരു സ്വിച്ച് വരുന്നത്, ഈ സ്റ്റിയറിംഗ് മോഡ്സിൻ്റെ. അപ്പോൾ സ്റ്റിയറിംഗ് മോഡ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിനകത്ത് 3 സ്റ്റിയറിംഗ് മോഡ്സാണ് വരുന്നത്. നോർമൽ മോഡ്, സ്പോർട്ട് മോഡ്, പിന്നെ കംഫർട്ട് മോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാധാരണ ഇതിൽ ഞാൻ എപ്പോഴും വണ്ടി നോർമൽ മോഡിൽ ഇട്ടിട്ടേ വണ്ടി ആക്ച്വലി ഓടിക്കാറുള്ളൂ. അപ്പോൾ സ്പോർട്ട് മോഡിൻ്റെയും ഈ ഒരു കംഫർട്ട് മോഡിൻ്റെയും ഒക്കെ ഒരു വ്യത്യാസം എന്താ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതിന് ഞാൻ ഇവിടെ അതിൻ്റെ ഒരു ചേഞ്ച് കാണിച്ചുതരാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ കംഫർട്ട് മോഡ് ആക്ടിവേറ്റ് ആക്കി. കംഫർട്ട് മോഡ് ആക്ടിവേറ്റ് ആക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് നമുക്ക് റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടൊക്കെ വളരെ സിമ്പിളായിട്ട്, അതായത് ഒട്ടും തന്നെ എഫേർട്ട് ഇല്ലാണ്ട് വളരെ ഇതായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. സ്റ്റിയറിംഗ് നല്ല സെൻസിറ്റീവ് ആണ്. പക്ഷേ ഞാനത് മാറ്റിയിട്ട് സ്പോർട്ട് മോഡിലോട്ടാക്കുമ്പോൾ നേരെ തിരിച്ച് സ്റ്റിയറിംഗ് കുറച്ചുകൂടെ സോളിഡ് ആവും, കുറച്ചുകൂടെ സ്ട്രെങ്ത് ആവും. അതായത് എനിക്ക് വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ പവർ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എനിക്കൊന്ന് സ്പോർട്ട് മോഡിൽ പോകുമ്പോഴേക്കും ഒരുപാട് സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന വണ്ടി കുറച്ചുകൂടെ കൺട്രോൾ നിൽക്കും. അതാണെന്ന് തോന്നുന്നു. പിന്നെ ഉള്ള നമ്മുടെ സാധാരണ നോർമൽ മോഡാണ്. അത് ഈ പറഞ്ഞ മാതിരി നമ്മുടെ ആ ഒരു സാധാരണ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ, ആ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. ഞാനിത് 3 വിട്ട വണ്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നോർമൽ മോഡും സ്പോർട്ട് മോഡും തന്നെയാണ് കുറച്ച് നന്നായിട്ട് തോന്നിയത്. കംഫർട്ട് മോഡ് അത്ര ഒരു കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.